ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഫോർഡ് ഇക്കോസ്പോർട്ട് വണ്ടി ഒന്ന് കയ്യിൽ കിട്ടി. ഒരു ആക്ടിങ് ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് എടുത്തതാണ്. അപ്പോൾ ആ വണ്ടീൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ പുതിയ വണ്ടികൾ കിട്ടുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ കൺഫ്യൂസ് ആണ്. എല്ലാ വണ്ടിക്കും ഡീസൽ ടാങ്ക് ഒരേ സൈഡിലായിരിക്കുന്നില്ല. അതുപോലെ ബോണറ്റ് ഓപ്പണിംഗ് മെത്തേഡ് ഒരുപോലെ ആയിരിക്കുന്നില്ല. ഡീസൽ ഓപ്പണിംഗ് ലിഡ് ഒരുപോലെ ആയിരിക്കുന്നില്ല. ബൂട്ട് സ്പേസ് ഡിക്കിയുടെ ഓപ്പണിംഗ് ഒരുപോലെ ആയിരിക്കുന്നില്ല. അതുപോലെ സ്റ്റാർട്ടിംഗിൽ ഡിഫറൻസ് ഉണ്ടാവും, എ സിയിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ വണ്ടി കയ്യിൽ കിട്ടി. ഇനി ഇങ്ങനെ റെഗുലറായിട്ട് ആക്ടിങ് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വണ്ടി കയ്യിൽ കിട്ടുമ്പോഴും ആ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു വണ്ടി കയറിയിരിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് വരുന്നതെന്ന് മാത്രം ഓരോ വീഡിയോയിലായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഫോർഡ് ഇക്കോസ്പോർട്ട് പെട്രോൾ മോഡൽ വണ്ടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കീ വരുന്നത്. ഫ്ലിപ്പ് കീ ആണ്. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീ പുറത്തേക്ക് വരും. അതേപോലെ തന്നെ ലോക്ക് അൺലോക്ക് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ബൂട്ട് ഓപ്പണിംഗ് ഓപ്ഷൻ ഇതിലില്ല, ലോക്ക് അൺലോക്ക്. അപ്പോൾ നമുക്ക് കീ ഇട്ട് നോക്കാം. സാധാരണ കാറുകളിൽ ഇടുന്ന പോലെ തന്നെ ഇഗ്നിഷൻ സിസ്റ്റം ആണ്. കീ ഇട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡോമീറ്റർ എല്ലാം കാണിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ RPM ഉണ്ട്, ഇപ്പർ സൈഡ് ടെമ്പറേച്ചർ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഫ്യൂൽ കപ്പാസിറ്റി, ഫ്യൂൽ എത്രയുണ്ടെന്നുള്ളത്, അതേപോലെ സ്പീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ സ്റ്റിയറിംഗിൽ വന്നിട്ട് ഒരു സൈഡിൽ നമുക്ക് വോളിയം കൺട്രോളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, ഇൻഫോർടൈൻമെൻ്റ് ഒക്കെ. മറ്റേ സൈഡിൽ ഇവിടെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നമുക്കിതിൽ പ്രസ് ചെയ്ത് നോക്കാം. വണ്ടിയിൽ എത്ര ലിറ്റർ ഫ്യൂൽ ഉണ്ട്, അതുപോലെ തന്നെ ഉള്ള ഫ്യൂൽ എത്ര കിലോമീറ്റർ ഓടും, ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആവറേജ് മൈലേജ് ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്ത് നമുക്കത് അങ്ങോട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെയാണ് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസോളൊക്കെ ഇവിടെ തന്നെയുണ്ട്. AC കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ താഴെ തന്നെയുണ്ട്. ഓക്കെ, AC ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ കൂളിംഗ് കൺട്രോൾ ചെയ്യാൻ, ബാക്ക് സൈഡിലേക്കുള്ള കൂളിംഗ് കൺട്രോൾ ചെയ്യാൻ, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ USB, അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റിലേക്കുള്ള USB, ഇത് രണ്ടുമാണ് ചാർജിങ്ങും ഇൻഫോർടൈൻമെൻറ്റിലേക്കുള്ള USB. അതുപോലെ സെപ്പറേറ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ടും സിഗരറ്റ് ലൈറ്ററിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് നോർമൽ വണ്ടികളെ പോലെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സ് ആണ്, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ നിന്ന് ഓൾ ഡോർ സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ മിറർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മിറർ ഫോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള ബട്ടൺസ് ആണ്. പിന്നെ 4 സൈഡും പവർ വിൻഡോ ആണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ എല്ലാവിധ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആംഗിൾ കൺട്രോൾ ചെയ്യാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് ടേൺ ചെയ്താൽ മതിയാവും. ഇത് ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ആംഗിൾ ഈ സിമ്പിളിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ലൈറ്റ്, ഫ്രണ്ടിലുള്ള ഓരോ ലൈറ്റ്, ഫോഗ് ലൈറ്റ് ഉണ്ട്, അതുപോലെ ഹെഡ് ലൈറ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഫോഗ് ലൈറ്റിൻ്റെ ബട്ടൺ ഉണ്ട്, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് ഓൺ ആവും. അതുപോലെ തന്നെ ഇത് ബ്രൈറ്റ്നസ് ആണ് കേട്ടോ, ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കാണാൻ പറ്റും. ഓക്കെ, വൈപ്പർ വരുന്നത് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഇതാണ് വൈപ്പറിൻ്റെ ലിവർ. ബാക്കിലെ വൈപ്പറും അതുപോലെ തന്നെ ഫ്രണ്ടിലെ വൈപ്പറും രണ്ടുപേരെ ലിവറിൽ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. മൂവിങ്ങിനനുസരിച്ചിട്ടാണ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ അതിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ മഴ ടൈമിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് സ്ക്രാച്ച് ആവാനുള്ള സാധ്യത, അതുകൊണ്ട് അത് ചെക്ക് ചെയ്യുന്നില്ല, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ മിറർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നൈറ്റ് ടൈമിൽ നമുക്കിത് താഴോട്ടാക്കാം, അതുപോലെ തന്നെ ഡേ ടൈമിൽ നമുക്ക് മേലോട്ട് വെക്കാൻ പറ്റും. പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിയറിങ്ങിൻ്റെ ലിവർ താഴെയുണ്ട്. ഈ ലിവറിൽ താഴോട്ടാക്കിയിട്ട് നമുക്ക് സ്റ്റിയറിംഗ് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ലോക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ച് മേലോട്ടാക്കുമ്പോൾ കുറച്ച് പവർ കൊടുക്കണം, നല്ല ബലം പ്രയോഗിച്ചാൽ മാത്രമേ മേലോട്ടാകത്തുള്ളൂ. അതേപോലെ ഒരു കാരണവശാലും ഡ്രൈവിങ്ങിൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, അതുപോലെ സീറ്റും ഡ്രൈവിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ഉള്ളിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഉള്ളിൽ ലാമ്പ് ഇവിടെയുണ്ട്. ഇത് മിററാണ് കേട്ടോ. അതേപോലെ തന്നെ ഗ്ലൗ ബോക്സ്. പിന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ വരുന്ന പോലെ തന്നെയാണ്. ബാക്കിൽ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാനുള്ളത് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഇത് പൊക്കി കഴിഞ്ഞാൽ സീറ്റ് പൊങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് സീറ്റ് താഴാൻ തുടങ്ങും. പിന്നെ ബാക്ക് സീറ്റ് ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ലിവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. സ്റ്റെപ്പിന് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്രോം പ്ലേറ്റ് കാണാം. ഈ ക്രോം പ്ലേറ്റിന് താഴെ ഒരു സിമ്പിൾ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയായിട്ടൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആവും. ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ക്ലോസ് ആവും. പിന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഇവിടെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ഇവിടെ ആക്സിലേറ്ററിൻ്റെ മേലായിട്ട് ഒരു ലിവർ ഉണ്ട്. ഇത് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, വലിച്ചു കഴിഞ്ഞാൽ ബോണറ്റ് ഓപ്പൺ ആവും. ബോണറ്റ് സാധാരണ ലോ ബഡ്ജറ്റ് വണ്ടികളെ പോലെയല്ല, ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലിവറുണ്ട്. ഇതിൽ കാണാൻ പറ്റുന്നതല്ല, അത് യെല്ലോ കളർ ലിവർ. ഈ ലിവർ നമ്മൾ ഒരു സൈഡിലേക്ക് തള്ളുകയാണ് വേണ്ടത്. ഞാൻ ഓപ്ഷനിലേക്ക് കാണിച്ചു തരാം. റൈറ്റ് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ബോണറ്റ് ഓപ്പൺ ആവുള്ളൂ. ഇതാണ് ആ ലിവർ. ഈ ലിവർ ഇങ്ങനെ നീക്കണം, അപ്പോഴാണ് നമുക്കിവിടെ ഓപ്പൺ ആവുന്നത്. പിന്നെ ഡീസൽ ലിഡ് അല്ലെങ്കിൽ പെട്രോൾ ലിഡ് അത് ഓപ്പണിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി അൺലോക്ക് മോഡിലിരിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് വലിച്ചാൽ മതി. അൺലോക്ക് മോഡിലാണെങ്കിൽ മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ, ലോക്ക് മോഡിൽ ഓപ്പൺ ആകത്തില്ല. അതുപോലെ തന്നെ തിരിച്ച് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോർഡ് ഇക്കോസ്പോർട്ട് വണ്ടീനെ പറ്റി പറയാനുള്ളത്. വണ്ടീൻ്റെ റിവ്യൂ ഒന്നുമല്ല. ഒരു വണ്ടി കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഓരോ വണ്ടി കയ്യിൽ കിട്ടുമ്പോഴും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പോവുക. താങ്ക്